ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 14 കപിലാവതാരം. സമനുസ്മൃതതാവതംഘ്രിയുഗ്മ സമനുപങ്കജ സംഭവംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം വിനായ. സമനു എന്ന് പറഞ്ഞാൽ ആ മനു അനുസ്മൃത താവകാംഘ്രിയുഗ്മ, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ അനുസ്മരിച്ചിട്ട് ഓർത്തുകൊണ്ട്, താവക അങ്ങയുടെ, അംഘ്രിയുഗ്മം പാദ കമലങ്ങളെ, രണ്ട് പാദങ്ങളെയും, യുഗ്മം എന്ന് പറയുമ്പോൾ രണ്ട്. സമനു പങ്കജ സംഭവംഗജന്മ, ആ മനു എങ്ങനെയുണ്ടായ ആളാണ്? പങ്കജ സംഭവനാണ്, അതായത് ബ്രഹ്മാവിന്റെ മകനാണ്, ബ്രഹ്മാവ് സൃഷ്ടിച്ച ആളാണ്. പങ്കജ സംഭവാംഗജന്മ നിജമന്തരം അന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. അവിടുത്തെ അവതാര കഥകൾ പ്രകീർത്തിച്ചുകൊണ്ടും തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗ കാലം യാതൊരു തടസ്സവും കൂടാതെ സുഖമായി കഴിച്ചുകൂട്ടി. ചരിതം തേ കഥയൻ സുഖം നിനായ, നിനായ എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചു. അങ്ങയുടെ കഥകളെ പറഞ്ഞും കേട്ടും 71 ചതുർയുഗങ്ങള് ആ മനു ചിലവഴിച്ചു. ഇനി നമുക്ക് രണ്ടാം ശ്ലോകം നോക്കാം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ഹൃദസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുതം സമാനിഷേവേ. സമയേ ഖലു, സമയേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ, അക്കാലത്ത് തന്നെ, തത്ര കർദമാഖ്യോ, കർദമൻ എന്ന് പേര്, ആഖ്യ എന്ന് പറഞ്ഞ പേര്, കർദമൻ എന്ന പേരോട് കൂടിയ പുത്രൻ, ബ്രഹ്മാവിന്റെ പുത്രൻ. കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച, ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്നുണ്ടായ കർദമൻ എന്നു പേരായ പ്രജാപതി, കർദമൻ എന്നു പേരോട് കൂടിയ പ്രജാപതി ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടി തൽപരനായി. ബ്രഹ്മാവിന്റെ പുത്രൻ അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായവൻ എന്നാണ് കർദമൻ എന്ന പേരിന്റെ അർത്ഥം. ആ പേരിന് ഒത്തിരി അർത്ഥങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. കർദമൻ എന്ന് പറഞ്ഞാല് ദമം ശീലിച്ചവൻ എന്നൊരർത്ഥമുണ്ട്. ദമം എന്ന് പറഞ്ഞ ഒരു നല്ല ഗുണമാണ്. ശമം, ദമം എന്ന് പറയുന്ന, തിതിച്ഛ എന്നൊക്കെ പറയുന്ന ഗുണങ്ങളില് പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ദമം. അപ്പൊ ദമം ശീലിച്ചവൻ എന്നുള്ള അർത്ഥമുണ്ട്. ഛായയിൽ നിന്ന്, നിഴലിൽ നിന്നുണ്ടായവൻ എന്നർത്ഥമുണ്ട്. ചെളിയിൽ നിന്നുണ്ടായവൻ എന്നർത്ഥമുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഈ കർദമൻ എന്നുള്ള പേരിന്. അപ്പോൾ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായവൻ എന്നുള്ളതിന് ശരിക്കു പറഞ്ഞാല് നിഴൽ പോലെ, അച്ഛനെ നിഴൽ പോലെ അനുസരിക്കുന്നവൻ, അച്ഛൻ പറഞ്ഞാൽ എന്തു പറഞ്ഞാലും അതനുസരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന എല്ലാ സൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ അവരോട് തുടർന്ന് സൃഷ്ടി ചെയ്യാനാണ് പറയുക. അതുപോലെ തന്നെ കർദമനോടും സൃഷ്ടി ചെയ്യാൻ ആവശ്യപ്പെട്ടു. വിവാഹവും ഒക്കെ കഴിച്ച് പുത്രന്മാരെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുക എന്ന് അദ്ദേഹം, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ട്, വിവാഹം കഴിക്കുന്നതിൽ വലിയ തൽപരനൊന്നുമല്ലെങ്കിലും അച്ഛൻ്റെ നിർദ്ദേശത്തെ ശിരസാ വഹിക്കുന്നവൻ ആണല്ലോ. അതുകൊണ്ട് അതിന് അനുയോജ്യയായ ഒരു വധുവിനെ, ഏറ്റവും അനുയോജ്യയായ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച കുട്ടികളുമായിട്ട് സുഖമായി എങ്ങനെ കഴിയുക എന്ന് അച്ഛൻ അനുഗ്രഹിച്ചെങ്കിലും കർദമനെ സംബന്ധിച്ച് അതിനല്ലായിരുന്നു യഥാർത്ഥത്തിൽ താല്പര്യം. ഭഗവാനെ ഭജിച്ച് സേവിച്ച് കഴിയാനായിരുന്നു. പക്ഷെ അച്ഛനെ അനുസരിക്കണമല്ലോ, അതുകൊണ്ട് വിവാഹം കഴിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി എല്ലാ തരത്തിലും തൻ്റെ ആഗ്രഹത്തിന് അനുയോജ്യയായിരിക്കണം. അങ്ങനെ ആവണമെങ്കിൽ എന്തു വേണം? ഭഗവാനോട് പ്രാർത്ഥിക്കുക തന്നെ. അനുയോജ്യയായ ഒരു വധുവിനെ എനിക്ക് വിവാഹത്തിനായി
നൽകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാനെ തപസ് ചെയ്യാൻ തുടങ്ങി. എത്ര വർഷമാണ് തപസ് ചെയ്തത്? 10000 കൊല്ലക്കാലമാണ് കർദമൻ തപസ് ചെയ്തത്. ഭഗവാൻ പലവട്ടം കർദമന്റെ തപസ് കണ്ട് പ്രസാദിച്ച് അനുഗ്രഹിക്കാനായിട്ട് വന്നുപോയി എന്ന് ആചാര്യന്മാർ പറയും. പക്ഷേ കർദമൻ ആ തപസ്സിൽ അങ്ങനെ സന്തോഷിച്ച് ആനന്ദിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ തപസ്സിൽ നിന്ന് ഉണർത്താൻ തന്നെ തോന്നാതെ ഭഗവാൻ തിരിച്ചുപോയി പല പ്രാവശ്യം. അങ്ങനെ 10000 വർഷങ്ങളായിപ്പോയല്ലോ, ഇതുവരെയും ഭഗവാൻ വന്നില്ലല്ലോ എന്ന് കർദമന് മനസ്സിൽ തോന്നിയ നിമിഷത്തിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും അപ്പോൾ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്താണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് രൂപമാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണി പത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരി, ഗരുഡന്റെ പുറത്തേറിയാണ്. കാളമേഘ ശ്യാമളനായിട്ടാണ് വന്നത്. അതായത് കാളമേഘം, മഴമേഘങ്ങളുടെ നിറത്തോടു കൂടിയ ഭഗവാൻ വിലസത്കേളി സരോജ പാണിപത്മം, കയ്യിലൊരു താമരപ്പൂ പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ എത്തിയത്. പാണിപത്മം, അങ്ങയുടെ പാണിപത്മത്തില് ഒരു കേളി താമരപ്പൂവ് ഉണ്ടായിരുന്നു കയ്യിൽ. ഹസിതോല്ലസിതാനനം വിഭോത്വം, അങ്ങയുടെ ആ മന്ദസ്മേരവദനം, സുന്ദരമായ പുഞ്ചിരിച്ചുകൊണ്ടുള്ള മുഖം, വപുരാവിഷ്കുരുഷേ സ്മ കർദമായ, കർദമന്റെ മുമ്പില് ആവിഷ്കരിക്കപ്പെട്ടു. കർദമന് കാണാൻ പാകത്തിന് പുഞ്ചിരി പ്രഭ തൂകി ഭഗവാൻ അവിടെ കർദമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കർദമനപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. ഭഗവാനെ കണ്ട മാത്രയില് ഭഗവാനെ സ്തുതിക്കാൻ പുളകിതനായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് കർദമൻ. ഇപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങയ്ക്ക് ദയിതയായിട്ട്, ഭാര്യയായിട്ട് മനുപുത്രി, മനുവിന്റെ മകൾ അങ്ങയുടെ ഭാര്യയാവും. അതായത് ദേവഹൂതി എന്ന് പേരുള്ള മകളാണ്, 2ാമത്തെ മകളാണ് കർദമന്റെ ഭാര്യയാവുന്നത്. അത് ഭഗവാൻ അറിയിച്ചു. അതുകൂടാതെ 9 പുത്രിമാർ, ആ ഭാര്യയിൽ കർദമന് 9 പുത്രിമാരുണ്ടാകും. നവാപി പുത്രി കപിലഞ്ച സുതം സ്വമേവ പശ്ചാത്. കർദമനെ കണ്ടപ്പോൾ ഭഗവാന് ഇങ്ങനെ ഒരു അച്ഛനുണ്ടായാൽ നന്നായിരുന്നു എന്ന് തോന്നി എന്ന് ആചാര്യന്മാര് പറയും. അങ്ങനെയാണ് ഭഗവാൻ കർദമന് മകനായിട്ട് ജനിക്കണത്. കപിലൻ എന്ന പേരോടുകൂടി, സുതം സ്വമേവ, ഭഗവാൻ തന്നെ, പശ്ചാൽ സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ, 9 പെൺകുട്ടികളും അതിനുശേഷം, പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം, കപിലൻ എന്ന പേരോടുകൂടി ഭഗവാൻ തന്നെ മകനായിട്ടും അവതരിക്കുമെന്ന് അനുഗ്രഹിച്ച് മറഞ്ഞു. നിർഗതോ, തിരിച്ചുപോയി, ഭഗവാൻ മറഞ്ഞു. ഇതാണ് ഈ 4ാം ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി 5ാം ശ്ലോകം നോക്കാം. സമനുഷ്യതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാൽ കർദമമാഗതിം പ്രതീക്ഷം. ആ മനു, സമനു എന്ന് പറഞ്ഞാൽ ആ മനു, ശതരൂപയാ മഹിഷ്യ, മനുവിന്റെ ഭാര്യയുടെ പേരാണ് ശതരൂപ. ഗുണവത്യാ സുതയാച ദേവഹൂത്യ, ദേവഹൂതി എന്ന് പറഞ്ഞാൽ ഗുണവതി ആയിട്ടുള്ള മകളോട് കൂടി, ഭാര്യയോടും, ആ മനു ഭാര്യയോടും ഗുണവതിയായ മകളായ ദേവഹൂതിയോടും കൂടി, ഭവതീരിത നാരദോപദിഷ്ട, ഭഗവാൻ കർദമനോട് പറഞ്ഞ കാര്യങ്ങള് നാരദൻ പോയി മനുവിനോട് പറഞ്ഞു.
രണ്ടാമത്തെ മകളുടെ വിവാഹം നടത്താറായില്ലേ? ആ രണ്ടാമത്തെ മകളെ കർദമന് വിവാഹം കഴിച്ചു കൊടുക്കൂ. വനത്തിൽ തപസ് ചെയ്തിരിക്കുന്ന മുനിശ്രേഷ്ഠനായ കർദമനാണ് ദേവഹൂതിക്ക് അനുയോജ്യനായ വരൻ. അതുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർദമന്റെ അടുത്ത് ദേവഹൂതിയെ കൊണ്ടുപോയി വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് നാരദരുടെ ഉപദേശപ്രകാരം ഭവദീരിത, അതായത് അല്ലെങ്കിൽ ഭഗവാന്റെ വാക്ക് നാരദൻ മനുവിനെ പോയി അറിയിക്കുന്നു, മനുവിന് ഉപദേശിക്കുന്നു. സമഗാത് കർദമമാഗതി പ്രതീക്ഷം. അങ്ങനെ കർദമന്റെ അടുത്തേക്ക് അവര് എത്തിച്ചേർന്നു. ആരൊക്കെയാണ്? മനുവിന്റെ ഭാര്യ, മനുവിന്റെ രണ്ടാമത്തെ മകളായ ദേവഹൂതി. അവരെവിടെയാണ് എത്തിച്ചേർന്നത്? വനത്തിൽ. കർദമൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വനത്തിൽ. നമുക്ക് അത്ഭുതം തോന്നും. ശരിക്കും വിവാഹമൊക്കെ പെണ്ണ് കാണലാണ്. പെണ്ണുങ്ങൾ എവിടെ താമസിക്കുന്നോ അവിടെ ചെന്ന് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. കർദമനെ കാണാൻ അല്ലെങ്കിൽ കർദമന്റെ അടുത്തേക്ക് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, ഇവര് അങ്ങോട്ട് ചെന്ന് വിവാഹം നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു സാധാരണ രീതിയിൽ നിന്നും തികച്ചും വിപരീതമായി നമുക്ക് തോന്നാം. പക്ഷെ ഭഗവാൻ അത്ര പോലും അതെല്ലാം ആ ഭക്തന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ, അതായത് കർദമനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് ഒരു താല്പര്യവുമില്ല. അച്ഛന്റെ നിർദ്ദേശം അനുസരിക്കണ്ടേന്ന് ഓർത്ത് മാത്രം വിവാഹം കഴിക്കുകയാണ്. കർദമന്റെ താല്പര്യം എപ്പോഴും ഭഗവാനെ വിചാരിച്ച് മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുക, ഭഗവാനിൽ എത്തിച്ചേരുക എന്ന് മാത്രമാണ്. അതറിയുന്ന ഭഗവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വിവാഹം, സ്വന്തമായി ഒരു പ്രയത്നവും ചെയ്യേണ്ട, അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയാണെങ്കിൽ തപസ് ചെയ്തോളൂ, നാമം ജപിക്കുകയാണെങ്കിൽ നാമം ജപിച്ചോളൂ, കീർത്തനം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തിരുന്നോളൂ, ഒരു കുഴപ്പമില്ല. എത്തേണ്ടതൊക്കെ അവിടെ എത്തിച്ചേരും, അങ്ങയുടെ മുമ്പിൽ, അങ്ങയുടെ അടുത്ത് എത്തിച്ചേരും. നടക്കേണ്ടതൊക്കെ ഭംഗിയായി തന്നെ നടക്കും. നമ്മൾ വിചാരിക്കും നമ്മുടെ ശ്രമം കൊണ്ട്, നമ്മളുടെ മിടുക്കുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത് നോക്കൂ, ഒരു ശ്രമവും നടത്തിയില്ല. മാട്രിമോണിയലിലാണോ കൊടുക്കേണ്ടത്, ആൾക്കാരോട് പറഞ്ഞ് അന്വേഷിക്കുകയാണോ വേണ്ടത്, ഏത് വേണമെന്ന് വേവലാതിപ്പെടുന്ന നമ്മളെ പോലെ ആലോചിച്ച് നോക്കുക. ഒരു ബുദ്ധിമുട്ടും കർദമന് വേണ്ടി വന്നില്ല. കർദമൻ ഭഗവാനെ വിചാരിച്ച് നാമം ജപിച്ച് ധ്യാനിച്ച് അങ്ങനെ ഇരുന്നു. വേണ്ടതൊക്കെ ഏറ്റവും ഭംഗിയായ രീതിയിൽ, അതായത് ലോകൈക സുന്ദരിയാണ് ദേവഹൂതി. ആ ദേവഹൂതിയുടെ സൗന്ദര്യം ഇനി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ അങ്ങ് ചെന്ന് കർദമൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് വിവാഹം കഴിച്ചു കൊടുക്കുക. എന്തത്ഭുതമാണ്! അപ്പൊ ഇതാണ് ഭഗവാനെ ഭജിച്ചാലുള്ള ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു മഹിമ. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. മനുനോപഹൃതാം ച ദേവഹൂതി തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. ഈ കർദമനാകട്ടെ മനു ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത സ്ത്രീരത്നമായ ദേവഹൂതിയെ കിട്ടിയിട്ട് നിന്റെ ഒരു വടിയുടെ ഭജനം കൊണ്ട് സംതൃപ്തി അടഞ്ഞവനാണെങ്കിലും അവളുടെ അവ്യാജമായ ശുശ്രൂഷ കൊണ്ട് അവളിൽ പ്രസന്നനായി ഭവിച്ചു. അപ്പൊ ഈ ദേവഹൂതി, മനുവും ശതരൂപയും കർദമന്റെ അടുത്ത് എത്തിയ സമയത്ത് കർദമനോട് എൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്ന് പറയാൻ മനുവിന് ശരിക്കും സങ്കോചമുണ്ട്. കാരണം സാധാരണ അങ്ങനെ പതിവില്ല. മകളെ കൊണ്ടു നടന്നിട്ട് എൻ്റെ മകളെ താങ്കൾ വിവാഹം കഴിക്കുമോ, ഇല്ല എന്നാണെങ്കിൽ മറ്റൊരാളോട് താങ്കൾ വിവാഹം കഴിക്കുമോ, ഇങ്ങനെ ഓരോരുത്തരോടും ചോദിച്ച് നടക്കൽ പതിവില്ല. പെൺകുട്ടിയെ ചോദിച്ച് ആണുങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് പറയാനായിട്ട് മനുവിന് ഭഗവാന്റെ നിശ്ചയമാണെന്ന് അറിയാമെങ്കിലും പറയാൻ നല്ല മടിയുണ്ടായിരുന്നു. എന്നാൽ പോലും ഇതെല്ലാം അവതരിപ്പിച്ച് വിവാഹത്തിന് ആണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കർദമൻ പറഞ്ഞു, എനിക്ക് വിരോധമില്ല, പക്ഷെ അവൾക്ക് ഒരു പക്ഷേ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായെന്ന് വരില്ല. പെൺകുട്ടിയുടെ താല്പര്യം എന്താണെന്ന് അറിയണം. അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി വിവാഹം. അപ്പൊ നോക്കൂ, പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അങ്ങേയറ്റം, ആദ്യകാലം
ഉള്ള വിവാഹത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഭാരതം എത്ര ഉയർന്ന, സ്ത്രീകളെ എത്ര മാനിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് എത്രമാത്രം വ്യക്തമാണ്. ആധുനിക കാലത്ത്, ഈ അടുത്ത കാലത്തൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം വളരെ കുറവാണ് ഭാരതത്തിൽ എന്ന് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പുരാണങ്ങളിലൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് അങ്ങേയറ്റം ബഹുമാനം നൽകിയിരുന്ന രാജ്യമാണ് ഭാരതം എന്നുള്ളതാണ്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് അങ്ങേയറ്റം എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ് പറയുന്നത്. അതുപോലെ കർദമൻ പറഞ്ഞു, ഇവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. കാരണം ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവള് ചെറുപ്പകാലത്ത് മട്ടുപ്പാവില് പന്ത് കളിക്കുന്ന സമയത്ത് ആകാശത്തിൽ കൂടി ഒരു ഗന്ധർവൻ വിമാനം ഓടിച്ചു പോയപ്പോൾ ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഗന്ധർവൻ എന്ന് പറയുമ്പോൾ അപ്സരസുകളെയൊക്കെ, സുന്ദരികളായ സ്ത്രീകളെയൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള ആളാണ്. അയാള് ഈ ദേവഹൂതിയെ കണ്ടിട്ട് മോഹാലസ്യപ്പെട്ട് വിമാനം എവിടെയോ പോയി ഇടിച്ച് മറിഞ്ഞു വീണു എന്നുള്ള വാർത്ത അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്, കർദമൻ. അത്രയ്ക്കധികം സൗന്ദര്യമുള്ള ഈ ദേവഹൂതി, ഒരുപക്ഷെ കർദമൻ അത്രയ്ക്കൊന്നും സൗന്ദര്യമില്ല. തന്നെയല്ല, ഈ വനത്തില് ജീവിതവും അതുപോലെയുള്ള ശരീരപുഷ്ടിക്കോ ശരീര സൗന്ദര്യത്തിനോ ഒരു പ്രാധാന്യവും കൊടുക്കാതെയുള്ള ജീവിതമാണ്. തപസ്, ഭഗവാനെ വിചാരിക്കുക, നാമം ജപിക്കുക, ധ്യാനിക്കുക, ഇതിനു മാത്രം ശ്രദ്ധയുള്ള ആൾക്ക് ഉള്ള സൗന്ദര്യം പോലും മങ്ങിയതായി തോന്നും. ആ സ്ഥിതിക്ക് ഇവൾക്ക് ഒരു പക്ഷേ കർദമനോട് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ, ഇവളെ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്താൽ ആ പെൺകുട്ടി വെറുതെ ദുഃഖിക്കാൻ ഇടവരുമല്ലോ. അങ്ങനെ ഒരു ദുഃഖത്തിന് താൻ കാരണക്കാരനാവില്ല എന്നുള്ള തീരുമാനത്തോടെയാണ് കർദമൻ മനുവിനോട് പറയുന്നത്, മകൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കണം. സമ്മതമാണെങ്കിൽ മാത്രം. അതുമാത്രം പോരാ, എനിക്കും ഉണ്ടൊരു നിബന്ധന. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിച്ച് മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സുഖമായി ജീവിക്കുക എന്നുള്ളതല്ല. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനിൽ എത്തിച്ചേരുക, മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിക്കണമല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ വിവാഹത്തിന് തന്നെ സമ്മതിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടായാൽ, അവർക്ക് അത്യാവശ്യം പ്രാപ്തിയായാൽ ഞാൻ ഈ വിവാഹ ജീവിതത്തിൽ നിന്നൊക്കെ വിരമിക്കുന്നതാണ്. അത് ആ സമയത്ത് മാത്രം പറയുമ്പോൾ എന്നെ ചതിച്ചല്ലോ, എന്നെ പറ്റിച്ചല്ലോ എന്നൊന്നും പറയാൻ ഇടവരരുത്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം വിവാഹം നടത്തിയാൽ മതി എന്നാണ് കർദമന്റെ വ്യവസ്ഥ. അപ്പൊ അതൊക്കെ അനുസരിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചതാണ്. മനുവിനും അതുപോലെയുള്ള സാത്വിക ബുദ്ധിയാണ് ദേവഹൂതിയും. അത് തന്നെ കുറച്ചു നാൾ ഈ മഹാത്മാവിനെ ശുശ്രൂഷിക്കാമല്ലോ, അത് ധന്യതയാണ് എന്ന് കണക്കാക്കിയാണ് അവൾ ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതം മൂളുന്നത്. അപ്പൊ അങ്ങനെ ദൃഢശുശ്രൂഷണയാ മനുനോപകൃതാം ച ദേവഹൂതി, മനുവിൽ നിന്ന് കിട്ടിയ, മനു വിവാഹം കഴിച്ചു കൊടുത്ത ദേവഹൂതിയെ തരുണീരത്നമാണ്. സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അങ്ങേയറ്റം മിടുക്കിയായ ഈ ദേവഹൂതിയെ വിവാഹം ചെയ്തെങ്കിലും പിന്നീടും അദ്ദേഹം തപസ് തുടരുകയാണ് ചെയ്തത്. അവളെ യാതൊരു വിധത്തിലും പരിഗണിച്ചില്ല. ഒരു നവവധു എന്നുള്ള രീതിയിൽ നവവരൻ എന്ന് സ്വയം കർദമൻ നടിക്കാതെ, അതായത് തികച്ചും അപരിചിതരെ പോലെ അവിടെ പെരുമാറി. എന്നാലോ അവൾക്കതിലൊരു സങ്കടമോ പരിഭവമോ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിനെ വേണ്ട തരത്തിൽ ശുശ്രൂഷിക്കുകയാണ് ചെയ്തത്. ഭവദർച്ചന അദ്ദേഹം ചെയ്യുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈശ്വരനെ പൂജിക്കുകയും ധ്യാനിക്കുകയും ഒക്കെയാണല്ലോ ചെയ്യുന്നത്. അത് വളരെ നല്ല കാര്യമാണ്, അത് തന്നെയാണ് വേണ്ടത് എന്ന അഭിപ്രായമുള്ള കുട്ടിയായതുകൊണ്ട് വേണ്ട തരത്തിൽ അവള് ദേവഹൂതി കർദമനെ ശുശ്രൂഷിച്ചു. ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ, വേണ്ട തരത്തിൽ അദ്ദേഹത്തെ പറ്റുന്നതിലും ഭംഗിയായിട്ട് അവൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തു. പൂജയ്ക്ക് വേണ്ട ദ്രവ്യങ്ങള് എല്ലാം ചെയ്തു കൊടുത്തു. ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. അങ്ങനെ ഒരു വർഷത്തോളം അവര് വിവാഹശേഷം നവദമ്പതികളായിട്ടും ആ വിധത്തിലുള്ള ഒരു ചിന്തയുമില്ലാതെ ശരിക്കും തപസ്വികളെ പോലെ തന്നെ ജീവിച്ചു. ഇനി അടുത്ത ശ്ലോകം നോക്കാം.
സപുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപദേഷു ദേവഹൂത്യാം. അങ്ങനെ 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കർദമൻ ദേവഹൂതിയെ ഒന്ന് നോക്കാനിടയായി. അപ്പൊ നോക്കുമ്പോ ഈ വിവാഹം കഴിച്ച സമയത്തുള്ള കുട്ടിയൊന്നുമല്ല, ഇവളാകെ അവശയായിരിക്കുന്നു. രാജകൊട്ടാരത്തിൽ കിട്ടിയിരുന്ന പരിഗണനയും പരിലാളനയും ഒന്നുമില്ല. ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ വളരെ തുച്ഛമാണ്. ഈ വനത്തിലെ സൗകര്യം അത്രയ്ക്കല്ലേ ഉള്ളൂ. മാത്രമല്ല മനസ്സിനും ആരുമായിട്ടും ഒരു സംസാരമില്ല. കർദമൻ സംസാരിക്കുക പോലും, നേരെ ഒന്ന് നോക്കി ചിരിക്കുക പോലും ഉണ്ടായിട്ടില്ല. ആ സ്ഥിതിക്ക് അവള് മനസ്സുകൊണ്ടും ഒരു ഏകാന്തതയെ അനുഭവിച്ച് വിഷമിച്ചിരിക്കുന്ന കുട്ടിയായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഇത് കഷ്ടമാണല്ലോ, എന്നെ വേണ്ട തരത്തിൽ ഇതൊക്കെയാണെങ്കിലും അവൾ ഒരു അപ്രിയം പറയുകയോ എന്നെ എന്താണ് പരിഗണിക്കാത്തതെന്ന് ചോദിക്കുകയോ ഒരു പരിഭവം പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം ഓർത്തപ്പോൾ അദ്ദേഹത്തിന് അവളിൽ വളരെ സന്തോഷം തോന്നി. ഇങ്ങനെയാണ് വേണ്ടത്, ഇവൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് പോലെ കുട്ടികളൊക്കെ ഉണ്ടാവണം, അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമല്ലാതെ വേറെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തപസ്സിന്റെ പ്രഭാവം കൊണ്ട് സപുനസ്ത്വദുപാസന പ്രഭാവാത്, പുനഃ വീണ്ടും അല്ലെങ്കിൽ പിന്നീട്, ത്വദുപാസന പ്രഭാവാത് അങ്ങയെ ഉപാസിച്ചതിന്റെ പ്രഭാവം കൊണ്ട്, ദയിതാ കാമകൃതേ കൃതേ വിമാനേ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടി, അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, ദയിതാ കാമകൃതേ, ദയിത ഭാര്യ, കാമകൃതേ അവളുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനായിട്ട്, കൃതേ വിമാനേ ഒരു വിമാനം അങ്ങ് സങ്കല്പിച്ച് ഉണ്ടാക്കി. വനിതാകുല സങ്കുലോ നവാത്മാ അതിന് ധാരാളം ദാസിമാര്, വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യ അങ്ങനെ അവര് രണ്ടുപേരും അവിടെ ബിന്ദു സരസ് എന്ന് പറഞ്ഞൊരു സരസ്സുണ്ട്. ആ സരസ്സിൽ സ്നാനം ചെയ്ത് നവ യുവാവും യുവതിയുമായി തീർന്നു. അതിനുശേഷം ആ വിമാനത്തിലേക്ക് പ്രവേശിച്ച് എവിടെയൊക്കെ സഞ്ചരിച്ചു? വ്യഹരദ്ദേവപഥേഷു ദേവലോകങ്ങളിലൊക്കെ, വ്യഹരത് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു. ദേവഹൂതിയുമൊത്ത് സഞ്ചരിച്ചു, സുഖമായി സഞ്ചരിച്ചു അവർ. ദിവ്യഭൂമികളിലൊക്കെ, ദിവ്യ ഉദ്യാനങ്ങളിലൊക്കെ സഞ്ചരിച്ചു. ഭാഗവതത്തിൽ അതൊക്കെ വളരെ വിസ്തരിച്ച് ഈ വിമാനത്തിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. അനവധി നിലകളുള്ള വിമാനം. ഇപ്പോഴും വിമാനം അങ്ങനെ പല നിലകളുള്ള വിമാനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് കർദമന്റെ സങ്കല്പം, തപസ്സുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വിമാനമാണ്. അതിലെ എല്ലാ സൗകര്യങ്ങളും, ക്രീഡാശാലകള്, പാഠശാലകള്, എല്ലാ സൗകര്യങ്ങളുമുള്ള വിമാനം. ആ വിമാനം പറക്കുമ്പോൾ വിമാനമാണ്. അത് കാമകം എന്നാണ് അതിന്റെ പേര്. ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അതിനകത്ത് അല്ലാതെ ഓടിക്കാൻ ഡ്രൈവറോ അല്ലെങ്കിൽ പൈലറ്റോ ഒന്നും വേണ്ട. നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക, ഇന്ന സ്ഥലത്തേക്ക് പോകണം, ചന്ദ്രനിലെത്തട്ടെ എന്നതിൽ കയറി വിചാരിച്ചാൽ ചന്ദ്രനിലെത്തും. എവിടെ പോകണം എന്ന് സങ്കല്പിച്ചാൽ അവിടെ എത്തും. അത് കാമകം എന്നാണ് ആ വിമാനത്തിന്റെ പേര്. അത് ഭൂമിയിലെത്തിയാലോ, ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു വീട് പോലെ മണിമാളികയായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടായിട്ട്. അത് ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അത്രയ്ക്കൊന്നും വിശദീകരിക്കാൻ ചുരുക്കി പറയുന്നത് കൊണ്ട് സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. സപുനസ്ത്വദുപാസന പ്രഭാവാദയിത. വായിച്ചത്. അടുത്ത ശ്ലോകം. ശതവർഷമധവ്യതീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപ വനയാന സമുദ്യതോപി കാന്ത ഹിതകൃത്വജ്ജനനോത്സുകോ വ്യവംസീത്. ശതവർഷം, അതായത് 100 വർഷം. 100 വർഷം, 100 കൃത്യമായൊരു കണക്കല്ല, അനവധി വർഷങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. 1000, ആയിരക്കണക്കിന്, 100 കണക്കിന് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെയാണ് അനവധി വർഷങ്ങൾ വ്യതീത്യ ചിലവഴിച്ചു, സോയം അവര് അങ്ങനെ ചിലവഴിച്ചു. നവകന്യ 9
കന്യകകൾ ഉണ്ടായി. സമവാപ്യ ധന്യരൂപ, സുന്ദരികളായ 9 കുട്ടികൾ, പെൺകുട്ടികൾ ഉണ്ടായി. വനയാന സമുദ്യതോപി കാന്താഹിതകൃത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു 9 പെൺകുട്ടികൾ ഉണ്ടായി, പുത്രിമാരൊക്കെ ഉണ്ടായല്ലോ. പുത്രിമാരുണ്ടാവുന്നത് വരെയാണ് വിവാഹ ജീവിതത്തിന്റെ ഒരു അതിര്. കുട്ടികളുണ്ടായി, അവർക്ക് പ്രാപ്തിയായാൽ പിന്നെ അടുത്ത ആശ്രമത്തിലേക്ക് കടക്കാം, വാനപ്രസ്ഥം. അത് വിചാരിച്ച അദ്ദേഹം വനത്തിലേക്ക് പോകാനായിട്ട് ഭാര്യയോട് യാത്ര പറഞ്ഞപ്പോൾ ദേവഹൂതി പറഞ്ഞു, ഇവരെ വിവാഹം കഴിച്ചയക്കണ്ടേ? ഞാൻ തന്നെ വിചാരിച്ചാൽ അത്രയ്ക്ക് ഭംഗിയാവുമോ? ഇവരെ വിവാഹം കഴിച്ചയക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഇല്ലേ എന്ന് ചോദിച്ചത്. കാന്താഹിതകൃത്, കാന്ത ഭാര്യ ദേവഹൂതിയുടെ ഹിതം ആയിട്ടുള്ള വാക്ക് കേട്ടിട്ട് ത്വജ്ജനനോത്സുകോന്യവാൽസീത്. മാത്രല്ല ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ അങ്ങയ്ക്ക് പുത്രനായി ജനിക്കാം. ആ ജന്മം ഉണ്ടായില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം കുറച്ചു നാളും കൂടി കാത്തു പോകാനായിട്ട്. അപ്പോൾ പോകാൻ വിചാരിച്ചത് വേണ്ടാന്ന് വെച്ചു. അടുത്ത ശ്ലോകം നോക്കാം. നിജഭർതൃഗിരാഭവന്നിഷേവ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിജഭർതൃഗിര, ഭർത്താവിന്റെ വാക്കുകൾ അനുസരിച്ചിട്ട് ഭവന്നിഷേവാനിരത, അങ്ങേ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങേ പരിചരിക്കുന്നതിൽ മുഴുകിയിരുന്ന ഭവന്നിഷേവാനിരതൻ ആയിട്ടുള്ള നിരതായാമധ ദേവഹൂത്യാം കപിലസ്ത്വമജായധ, ആ ദേവഹൂതിയില് അങ്ങ് ജനിച്ചു. കപിലസ്ത്വം, കപിലൻ എന്ന പേരോടുകൂടി അങ്ങ് ജനിച്ചു. അജായധ എന്ന് പറഞ്ഞാൽ ജനിച്ചു. ജനാനാം പ്രഥയിഷ്യൻ, ജനങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? പരമാത്മതത്വവിദ്യയെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് സാഖ്യ ആചാര്യനായിട്ട് കപിലൻ എന്നു പേരോടുകൂടി ഭഗവാൻ ദേവഹൂതിയിൽ അവതരിച്ചു എന്നാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വനമേയുഷി കർദ്ദമേ പ്രസന്നേ. ഇങ്ങനെ കപിലൻ ജനിച്ചതിന് ശേഷം കപിലന്റെ അനുവാദത്തോടു കൂടി വനമേയുഷി, വനത്തിൽ പോയി. ആര്? കർദ്ദമൻ വനത്തിൽ പോകാൻ അങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. ഭഗവാന്റെ അവതാരം കഴിഞ്ഞിട്ടാട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. ഭഗവാൻ അവതരിച്ചു. കർദ്ദമൻ വനത്തിൽ പൊയ്ക്കോട്ടെ എന്ന് കപിലന്റെ അനുവാദത്തോടുകൂടി, ദേവഹൂതിയുടെയും അനുവാദത്തോടുകൂടി വനത്തിലേക്ക് തന്നെ പോയി. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ. ദേവഹൂതി ഭഗവാനെ പൂജിക്കുന്ന ആളിനെ പൂജിക്കാൻ തൽപരയായിരുന്നുവെങ്കിലും ഭഗവാനെ പൂജിക്കുന്ന കാര്യത്തിൽ എങ്ങനെ വേണം, എന്തു ചെയ്യണം എന്നുള്ളതില്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് വിട്ട് ഭഗവാൻ മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയ ആളല്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ കപില ഭഗവാൻ തയ്യാറായി. കപിലാത്മകവായു മതസർവസ്വം ഉപാദിശൻ ജനന്യൈ, അതായത് വേണ്ടതെല്ലാം ജീവിതത്തില് വരുന്ന നൈരാശ്യം, വിഷമങ്ങള് എല്ലാത്തിൽ നിന്നും മോചനം നേടുന്നതിനുള്ള ആത്മവിദ്യ, പരമാത്മ തത്വവിദ്യ. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ. ഉപദേശം ചെയ്തു. ആർക്ക് ഉപദേശം ചെയ്തത്? ജനനിക്ക്, അമ്മയ്ക്ക് മകൻ ഉപദേശിക്കുകയാണ്.
ഉപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ. അങ്ങനെ കപിലാവതാരം ചെയ്ത ഗുരുവായൂരപ്പ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. എന്നെ ത്വരിതം പെട്ടെന്ന് തന്നെ ഈ വിഷമങ്ങളിൽ നിന്ന്, ഈ രോഗ ദുരിതങ്ങളിൽ നിന്ന് പരിപാഹി രക്ഷിച്ചാലും. അമ്മയ്ക്ക് ഉപദേശം ചെയ്യാനായിട്ടും ജനങ്ങളില് സാഖ്യതത്വം പരമാത്മതത്വം ഒക്കെ പ്രചരിപ്പിക്കുന്നതിനായിട്ടും അവതരിച്ച, കപില രൂപമായിട്ട് അവതരിച്ച ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം അവസാനിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.